നമസ്കാരം, ന്യൂസ് അറ്റ് മരിയനിലേക്ക് സ്വാഗതം. ഞാൻ അലീന. പ്രധാന വാർത്തകൾ. സീനിയർ വിദ്യാർത്ഥികൾക്കായി ഇന്ന് കോളേജുകൾ തുറന്നു. മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിദിന അന്തർദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കുന്നു. മരിയൻ കോളേജിന്റെ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. കോളേജിലെ മാധ്യമ വിഭാഗത്തിന് പുതിയ അധ്യാപകർ. വാർത്തകൾ വിശദമായി. സീനിയർ വിദ്യാർത്ഥികൾക്കായി ഇന്ന് കോളേജുകൾ തുറക്കുന്നു. കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് 19 മാസങ്ങൾക്ക് ശേഷം ഇതാദ്യമായി സീനിയർ ഡിഗ്രി PG ക്ലാസുകൾ ഇന്ന് പുനരാരംഭിച്ചു. കഴിഞ്ഞ വർഷം ജനുവരി 30-നാണ് കേരളത്തിൽ ആദ്യമായി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. COVID-19 വൈറസ് ബാധ മാർച്ച് 11-ഓടുകൂടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗോള പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് മാർച്ച് 23-ന് കേരളം ലോക്ക്ഡൌണിലേക്ക് നീങ്ങി. അന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിരുന്നു. എന്നാൽ പരീക്ഷകൾ മുടക്കം കൂടാതെ നടന്നു. ഓൺലൈൻ ക്ലാസുകളിലൂടെയാണ് 1 മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾ പഠനം തുടർന്നത്. എന്നാൽ ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓൺലൈൻ ക്ലാസുകളിലെ വിരസതകളിൽ നിന്ന് ക്യാമ്പസ് പഠനാന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് വിദ്യാർത്ഥികൾ. മരിയൻ കോളേജിലും ഇന്ന് അവസാന വർഷ ഡിഗ്രി PG ക്ലാസുകൾ ആരംഭിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം കോളേജ് ഇന്ന് വീണ്ടും തുറക്കുകയാണ്. നമുക്ക് മരിയൻ കോളേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയുള്ള കുട്ടികളുടെ പ്രതികരണത്തിലോട്ട് നമുക്ക് പോകാം. It's like ഇത്രയും നാൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നപ്പോൾ we were being lonely at home and all. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ it's like I'm really happy to be here. You know, having a lot of people around and all, it makes us more alive. So yeah, I'm excited to be here. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ശേഷം ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം? വളരെയധികം സന്തോഷമുണ്ട്. ഒത്തിരി പ്രതീക്ഷകളുണ്ട്. കാരണം ഓഫ്ലൈനിൽ ചെയ്യാൻ പറ്റില്ലാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പം നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഓഫ്ലൈനിൽ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അത്രയും കുട്ടികൾക്ക് അധികം എക്സ്പോഷർ കിട്ടും. പിന്നെ എപ്പോഴും ക്യാമ്പസ് ലൈഫ് തന്നെയാണല്ലോ. അവർ കണ്ടും കേട്ടും എക്സ്പെരിമെൻ്റ് ചെയ്തും പഠിക്കാനുള്ള അവസരം വീണ്ടും കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും വണ്ടികളും പിള്ളേരും ഒരു ക്യാമ്പസിനൊരു ജീവൻ വെച്ച പോലെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഇവരെല്ലാം ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും അങ്ങനെ പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്കൊരു സപ്പോർട്ടുണ്ട്. ടീച്ചേഴ്സാണെങ്കിലും ഇവരെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിദിന അന്തർദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കുന്നു. 200-ലധികം കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമെന്നാണ് മുഖ്യ സംഘാടകനായ ഡോക്ടർ സോണി ജോൺ അറിയിച്ചത്. ഈ ഫെസ്റ്റിവലിന് ORIGO എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വർഷം ഏതാണ്ട് 200 മുകളിൽ കോളേജിൽ നിന്ന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അറൗണ്ട് 400 മുകളിൽ കുട്ടികളാണ് ഇതിൻ്റെ അകത്ത് മാറ്റുരയ്ക്കുന്നത് ഈ കോമ്പറ്റീഷനിൽ. അപ്പോൾ എല്ലാവരും വളരെ ഈഗറായിട്ട് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ORIGO നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താവോ? അതായത് 2 വർഷം മുന്നേ, അതായത് നമ്മുടെ കോവിഡ് വരുന്നതിന് മുന്നേ ഇതൊരു കെലിഗോ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റായിരുന്നു. അതായത് പല പല കോളേജസിൽ നിന്ന് നമ്മുടെ കോളേജിൽ വന്ന് സ്റ്റേ ചെയ്ത് വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പിള്ളേരെ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എൻ്റർടൈൻ ചെയ്ത് ഒരു വലിയൊരു മാനേജ്മെൻറ്റ് ഫെസ്റ്റായിരുന്നു. പക്ഷേ ഈ കോവിഡ് വന്ന കാരണം നമുക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. സോ നമ്മുടെ സീനിയേഴ്സാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ORIGO 2K20 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതൊരു ഒരു വലിയൊരു സക്സസ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളത് ഈ വർഷം ഒന്നും കൂടെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ ഈ വർഷം ORIGO 2 എന്ന രീതിയിൽ നമ്മൾ നടത്തുകയാണ്. മരിയൻ കോളേജിന്റെ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന 4 നില കെട്ടിട സമുച്ചയത്തിലാണ് പുതിയ ജിം ആരംഭിക്കുക. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ജിം ഒരുക്കിയിരിക്കുന്നത്. മരിയൻ കോളേജിലെ മാധ്യമ വിഭാഗത്തിന് പുതിയ അധ്യാപകർ. ട്വിങ്കിൾ സിറ ജോസഫ് അസിസ്റ്റന്റ് പ്രൊഫസറായും സബിത നസീർ അക്കാദമിക് അസിസ്റ്റന്റായും ഒക്ടോബർ 1 മുതൽ ജോലിയിൽ പ്രവേശിച്ചു. തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപികയായിരുന്നു ട്വിങ്കിൾ. MCMS 2ാം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു സബിത. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.